ഗൈസ്, അപ്പൊ ഞങ്ങളിപ്പോ കാത്തിരിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ ഫുഡ് നമ്മുടെ വന്നിട്ടുണ്ട്. സാധാ ഒരു മീൽസ് ആണെങ്കിലും ഇതിലുള്ള ഓരോ കറികൾക്കും നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. കറികളും ഈ ഒരു ചോറിലേക്ക് ഒഴിച്ച് അതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കൂടെ ഈ പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറായി. എനിക്ക് പിന്നെ ഈ ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം സദ്യ ഐറ്റംസിനോടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ നല്ല ആസ്വദിച്ചാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നല്ല പായസം പപ്പടമാണ്. അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ സബാഷ്. ഫുഡൊക്കെ കഴിച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് പഠിച്ചേക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇതാ ഇന്ന് പൊത്തി നിൽക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ, അവന്റെ പേരാണ് ഋത്തിക്. അവനാണ് ഭയങ്കര ഇൻട്രോവേർട്ട്. പിന്നെ ഈ വീഡിയോ എടുക്കണം കണ്ടപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആവാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് നടന്നില്ല ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു താമരക്കുളത്തിൽ ഒരു തോണിയിട്ട് അത് മുങ്ങിപ്പോകുന്നത് ആസ്വദിച്ച് കാണുന്നവരാണ് ഞങ്ങൾ. നീലത്താമരയാണ് ഇത്. നമ്മളെ ഫിലിമിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു താമരയാണ്. കുറച്ച് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ ചായ അല്ലേ നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ ലൈമാക്കി മാറ്റി. അതിന്റെ റീസൺ മറ്റൊന്നുമല്ല, അപ്പുറത്തെ ടേബിളിൽ വലിയൊരു ഗ്ലാസ്സിൽ ലൈം കൊണ്ടുവച്ചത് കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു അതേ ഗ്ലാസ്സിൽ തന്നെ ലൈം കുടിക്കാന്ന്. പക്ഷെ അത് കുടിച്ച് തീരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. 10 വീഡിയോ. ബൈ.